ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് റവറൻഡ് എസ് അനീഷ് വർഗീസ്. ഞാൻ CSI ദക്ഷിണ കേരള മഹായിടവകയിലെ ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുന്നു. ഒരു പുരോഹിതനാകാൻ എനിക്ക് ഏറെ പ്രചോദനം നൽകിയത് എൻ്റെ മാതാപിതാക്കളാണ്. ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കളുടെ ഈ ശുശ്രൂഷയിലേക്ക് വരാൻ അവർ നൽകിയ പ്രോത്സാഹനം ശുശ്രൂഷയിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് വരാൻ എന്നെ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ പരുവപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് മറ്റ് പല ഘടകങ്ങളുമുണ്ട്. അതിൽ ചിലത് എൻ്റെ മാതൃ ഇടവകയാണ്. ഇടവകയുമായുള്ള ബന്ധത്തിൽ എനിക്ക് ലഭ്യമായ ശുശ്രൂഷയോട് എന്നെ അടുപ്പിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സഭയുടെ പോഷക സംഘടനകളാണ്. ബാലജന സഖ്യം, സൺഡേ സ്കൂൾ, യുവജന സഖ്യം, ഇത്തരത്തിലുള്ള സംഘടനകളിലൂടെ എനിക്ക് ലഭ്യമായ പരിശീലനം, പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ ആകുക എന്നതിനപ്പുറമായി സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ള വലിയ ദൗത്യം സഭ എന്നെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ എനിക്ക് നൽകി എന്നുള്ളത് സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഞാൻ ബാലജന സഖ്യത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ അംഗമെന്ന നിലയിലും അതോടൊപ്പം അതിൽ സ്ഥാനം വഹിച്ച ഒരു വ്യക്തി എന്ന നിലയിലുമൊക്കെ ഒരുപാട് സാധ്യതകൾ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ എനിക്കിപ്പോഴും ഓർമ്മയോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ബാലജന സഖ്യത്തിൻ്റെ അംഗമായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 8ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു സുവിശേഷം പറയുന്നൊരു ടീം അവിടെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കുറച്ച് ആ പ്രായത്തിലുള്ള വ്യക്തികൾ ചേർന്ന് സുവിശേഷം പറയാനായിട്ട്, അന്ന് എൻ്റെ മാതൃഇടവക നാഗപുരം CSI സഭയാണ്. അന്ന് ആ ദേവാലയത്തിലുണ്ടായിരുന്ന പുരോഹിതനോട് ഈ വിഷയം ഞങ്ങൾ പോയി അവതരിപ്പിച്ചു. ഇങ്ങനെ ഞങ്ങൾക്ക് സുവിശേഷം പറയാൻ താല്പര്യമുണ്ട്, മറ്റുള്ളവരുടെ ഇടയിൽ ദൈവവചനം പറയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ പുരോഹിതൻ ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം യേശു ആരാണ് എന്ന ഒരു ട്രാക്ട്സ് ഞങ്ങൾക്ക് നൽകി. ഇത് നിങ്ങൾ പോകുന്നിടത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു നല്ല പ്രോത്സാഹനം തന്നു. ഞങ്ങൾ ആ ശുശ്രൂഷ ചെറുതായി ആരംഭിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നത് ഒരു പതിവായിരുന്നു. ഞങ്ങളുടെ ഈ പറഞ്ഞ നാഗപുരം സഭയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ കോളനിയുണ്ട്. പ്രത്യേകിച്ച് ആ കോളനി കേന്ദ്രീകരിച്ചാണ് ഈ സുവിശേഷം പറയാനായിട്ട് ഞങ്ങൾ സമയം കണ്ടെത്തിയിരുന്നത്. അവിടെ ഞങ്ങൾ പോകുമ്പോൾ ചിലർ ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്, ചിലർ ഞങ്ങളെ തിരസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളെ തിരസ്കരിക്കുന്ന ആ വീട്ടിൽ ഞങ്ങൾ പിന്നെ അടുത്ത ആഴ്ചയും പോകും. അങ്ങനെ തുടരെ ആ വീടുകൾ ഞങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ മാറുന്നതിലൂടെ ശരിക്കും എനിക്ക് ഈ പുരോഹിതനാകാൻ ഒരു വേണ്ടുന്ന അടിസ്ഥാനം അവിടെ നിന്ന് ലഭിച്ചു എന്നെനിക്കിപ്പോഴും പറയാനായിട്ട് കഴിയും. ആ ശുശ്രൂഷയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി തന്നെ ഒരു വചനം പ്രസംഗിക്കാനായിട്ട്, ഒരു പ്രസംഗം ചെയ്യാനായിട്ടുള്ള ഒരു ആദ്യപടി, എനിക്കിന്നും അത് ഓർമ്മയുണ്ട്. ഒരു വീട്ടിൽ വെച്ച് എനിക്ക് അതിനുള്ള നിയോഗം കിട്ടുന്നു. ഞാൻ വളരെ ഭയപ്പാടോടുകൂടി വചനം പറയാൻ ശ്രമിക്കുന്നു. കുറേ ഞാനന്ന് സംസാരിച്ചു. ഒരുപക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്നതിനപ്പുറമായിട്ട് എനിക്ക് കിട്ടിയ അവസരം ഞാൻ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അതെൻ്റെ ഈ ശുശ്രൂഷ ജീവിതത്തെ കൂടുതൽ മെച്ചമാക്കി എന്ന് എനിക്ക് എടുത്തു പറയാനായിട്ട് കഴിയും. രണ്ടാമത്തത് ഈ സൺഡേ സ്കൂൾ പോലുള്ള സംഘടനകളുടെ പ്രവർത്തനമാണ്. അവിടെ അധ്യാപകർ, സൺഡേ സ്കൂൾ അധ്യാപകർ വചനം പഠിപ്പിക്കാനും സൺഡേ സ്കൂളിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് അവരിൽ നിന്ന് ലഭ്യമാകുന്ന നല്ല മൂല്യങ്ങൾ, വേദപുസ്തക ദർശനങ്ങൾ, ശുശ്രൂഷയോടുള്ള മനോഭാവം, ഇതൊക്കെ വ്യത്യാസപ്പെടുത്താനും മെച്ചപ്പെടുത്താനുമൊക്കെ ഈ സൺഡേ സ്കൂൾ അധ്യാപകരിൽ നിന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി
ആ അധ്യാപകരുടെ പരിശീലനവും സ്നേഹവും കരുതലുമെല്ലാം എന്നെ ഈ ശുശ്രൂഷയിലേക്ക് അടുപ്പിച്ചതിന് മുഖ്യ കാരണമായിട്ട് പറയാൻ കഴിയും. മറ്റൊന്ന്, ഞാൻ ഓർപ്പിച്ച യുവജന സംഘടന പോലെയുള്ള ആ സംഘടനകളുടെ പ്രവർത്തനങ്ങളും എന്നെ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു എന്നെ ഈ ശുശ്രൂഷയിലേക്ക് അടുപ്പിച്ച ഒരു ഘടകമാണ് VBS, വെക്കേഷൻ ബൈബിൾ സ്കൂൾ. എൻ്റെ ദേവാലയത്തിലുള്ള വെക്കേഷൻ ബൈബിൾ സ്കൂൾ. ആ വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് സമർപ്പണ ദിവസങ്ങളിലുള്ള കൂടുതൽ ദൈവത്തോട് അടുക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി സാഹചര്യങ്ങളിലൂടെ എനിക്ക് ഈ ശുശ്രൂഷയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ VBSൽ വെച്ചാണ് പ്രധാനമായി ഞാനൊരു തീരുമാനം എടുക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നടന്ന VBSൻ്റെ സമർപ്പണ ദിവസം അന്നത്തെ ഡയറക്ടർ പ്രത്യേകമായി ആഹ്വാനം ചെയ്തത് ഇങ്ങനെയാണ്: നിങ്ങളൊരു തീരുമാനമെടുക്കണം, സുവിശേഷീകരണ പ്രവർത്തനത്തിനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കും. അന്ന് എനിക്കൊരു പക്ഷേ എല്ലാം അറിയുന്നൊരു പ്രായമല്ലായിരുന്നു. പക്ഷേ എങ്കിലും അവ്യക്തമായ കാലഘട്ടത്തിൽ ഞാനും പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഞാനിതാ സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ ഭാരതത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ശുശ്രൂഷയോട് എനിക്ക് അടുക്കാൻ കഴിയുന്ന സാധ്യതകൾ, ഒരുപക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയ എനിക്ക് ഒരു പുരോഹിതനാകാൻ ഉള്ള യാത്രയുടെ ആദ്യപടിയായി ഒരു മിഷണറിയായി തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ ഇപ്പോഴും അഭിമാനത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ നിലനിർത്തുന്നത്. എൻ്റെ 10ാം ക്ലാസ്സിലെ പഠനവും പ്ലസ് 2 പഠനവും ഡിഗ്രി പഠനമൊക്കെ കഴിയുമ്പോഴാണ് എനിക്ക് ഒരു പുരോഹിതനാകാനുള്ള, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ, പൂർണ്ണസമയ ശുശ്രൂഷകനാകാനുള്ള ഒരു വഴി തുറക്കുന്നത്. ഞാൻ എൻ്റെ മഹായിടവകയിൽ പോയി എൻ്റെ ആഗ്രഹം അറിയിക്കുകയും എനിക്ക് അന്ന് കിട്ടിയ ആദ്യത്തെ സാധ്യത മിഷൻ ഫീൽഡിൽ പോവുക. 2005 ഓഗസ്റ്റ് 21-നാണ് ഞാനൊരു മിഷണറി ആയിട്ട് പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ താടുവായി മിഷൻ ഫീൽഡിലും എട്ടൂർ നാഗാരം മിഷൻ ഫീൽഡിലും പ്രവർത്തിക്കാനായിട്ട് എനിക്കന്ന് കഴിഞ്ഞു. ആ 4 വർഷക്കാലം പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെയുള്ള വ്യത്യസ്തമാണ് മിഷൻ ഫീൽഡ്. അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലും അവിടെ നമ്മൾ പകരുന്ന സുവിശേഷീകരണ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ആ മേഖലകളിലെ പ്രവർത്തനങ്ങളൊക്കെ എന്നെ കൂടുതൽ മെച്ചപ്പെടുത്തി. അവിടെ നിന്നാണ് ഞാനൊരു BD പ്രൊബേഷൻ എൻട്രൻസ് എഴുതുന്നത്. BD പ്രൊബേഷണറായി. പിന്നെ വൈദിക പഠനത്തിന് വേണ്ടി സെമിനാരിയിൽ എൻട്രൻസ് എഴുതുന്നു. സെമിനാരി എൻട്രൻസ് അതിലൂടെ എനിക്ക് അവിടെ പഠിക്കാൻ അവസരം ലഭിക്കുന്നു. പിന്നെ അവിടെ നിന്ന് പഠിച്ചിറങ്ങി ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഈ ജേണി നോക്കുമ്പോൾ തീർച്ചയായും ഈ ഘടകങ്ങൾ, ഈ യാത്ര എന്നെ കൂടുതൽ ശുശ്രൂഷയിൽ മെച്ചപ്പെടുത്തി എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഒരു ഭാഗം കൂടെ, ഒരു തലം കൂടെ ഉണ്ട്. അത് എന്തെന്ന് ചോദിച്ചാൽ, ചെറുപ്പം മുതലേ ഈ ഉണ്ടായിരുന്ന ആഗ്രഹം, മാതാപിതാക്കളുടെ അവരുടെ പ്രോത്സാഹനം, സഭയുടെ പ്രോത്സാഹനം, ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്ന് മാറിപ്പോകുന്ന അല്ലെങ്കിൽ അകൽച്ച വരുന്നൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ആ സാഹചര്യം അതൊരു വ്യക്തമായി പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ഒരുപക്ഷെ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന സുവിശേഷീകരണത്തോടുണ്ടായ തീക്ഷ്ണതയും ആ പ്രാർത്ഥന, വചനധ്യാനം, ഇതൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമായി കൂടെ ഞാൻ ആ കാലഘട്ടത്തെ ഇപ്പോൾ ഓർക്കുകയാണ്. ആ സാഹചര്യത്തിൽ എനിക്കൊരു പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയും ആ ആക്സിഡൻറ്റിൽ എനിക്ക് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ, ഒരുപക്ഷെ എനിക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകാമാകുന്ന ഒരു കോണ്ടക്സ്റ്റാണെന്ന്. രാത്രി ഏകദേശം 9-10 മണിയോട് സമയത്താണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ആരുമില്ലാത്തൊരു സ്ഥലത്ത് എന്നെ ഒരു ബൈക്ക് ഇടിച്ചിട്ടിട്ട് പോകുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് കരകയറാൻ, എനിക്കന്ന് ചില പരുക്കുകളുണ്ടായെങ്കിലും അതൊക്കെ കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഏകദേശം 3 മാസക്കാലം ആ വീട്ടിലൊരു കിടക്കയിൽ ഞാനിങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ദൗത്യത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന ആ പ്രോത്സാഹനത്തിൽ എനിക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? സഭ എനിക്ക് തന്ന ചിട്ടയായ പഠിപ്പിക്കലുകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചിട്ടുണ്ടോ? തീർച്ചയായും ചില കാര്യങ്ങൾ അങ്ങനെ വ്യതിചലിച്ചിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു.
ആ സമയങ്ങളിൽ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി, ദൈവത്തോട് ആലോചന ചോദിക്കാനായിട്ട് തയ്യാറായി. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് നിയോഗിക്കണം എന്നുള്ള വലിയ താല്പര്യത്തോടു കൂടിയുള്ള പ്രാർത്ഥന പല രാത്രികളിലും. ഞാൻ ഓർക്കുന്നത്, ചില രാത്രികളൊക്കെ വൈകി എനിക്ക് ഉറക്കം വരാതെ ഞാൻ വളരെ വേദനയോടുകൂടി കഴിഞ്ഞ നാളുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്നെ ദൈവം വിളിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ മറുപടി, നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നുള്ള വ്യക്തമായ മറുപടി എനിക്ക് ആ കാലഘട്ടങ്ങളിൽ ലഭ്യമാകുകയും അന്നു മുതൽ ലക്ഷ്യം തെറ്റാതെയുള്ള, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ യാത്രയിൽ വീഴ്ച കൂടാതെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരു ശുശ്രൂഷ ഘട്ടത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് ധൈര്യപൂർവ്വം പറയാനായിട്ട് സാധിക്കും. ഈ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ എനിക്ക് എടുത്തു പറയാൻ 2 തലങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ചെറുപ്പത്തിൽ ഈ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള ഒരു സുവിശേഷീകരണ പ്രവർത്തനം. ആ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് പോകുന്നത്. ആ വീട്ടിൽ പോകുമ്പോൾ ചില വീടുകൾ ഞങ്ങളെ സ്വാഗതം ചെയ്യും, ചിലർ ഞങ്ങളെ ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അപ്പോൾ ശരിക്കും നമ്മളെ അങ്ങനെ പുറത്ത് അവർ പറഞ്ഞു വിടുമ്പോൾ, നമ്മളെ പുറത്താക്കുമ്പോൾ നമുക്ക് ചില വേദനകളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു സുവിശേഷം പറയാനാവുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ തലത്തിൽ ഞാൻ പറയാനല്ല, എൻ്റെ ക്രിസ്തുവിനെ പകരാൻ ഞാൻ വന്നതാണ്. അപ്പോൾ ചെറിയ നിരാശ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ പിന്നീട് അവിടെ നിന്ന് പഠിച്ച ചില കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവർ ചെയ്തത് ശരിയാണ്, അവർക്ക് അങ്ങനെയാണ് എന്നോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളോട് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച പോകുമ്പോൾ നമ്മളോട് അവരങ്ങനെ പെരുമാറി എന്ന് കരുതി വീണ്ടും അടുത്ത ആഴ്ച പോകുമ്പോൾ അതേ വീട്ടിൽ പോയി അവരോട് വീണ്ടും സുവിശേഷം പറയാനുള്ളൊരു താല്പര്യം പങ്കുവയ്ക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരോട് ഒരു ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ ശരിക്കും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വഴി തുറക്കുന്നു എന്നുള്ളതാണ്. സുവിശേഷം അങ്ങനെയാണല്ലോ, നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ ആവശ്യങ്ങളിലേക്ക്. ഞാൻ ഓർക്കുന്നത്, അവർ തന്നെ പിന്നീട് ഞങ്ങളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരോടൊപ്പം അവരുടെ വേദനയിൽ പങ്കെടുക്കാനായിട്ട് ഒരു താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ ആ താല്പര്യം അവർ ക്രമേണ അത് മനസ്സിലാക്കുകയും അവർ പിന്നീട് ആ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള കാര്യം. അങ്ങനെ ഇന്ന് ആ പ്രദേശങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് അവർക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് ഉയർച്ച പ്രാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അവരിന്ന് നല്ല വിശ്വാസികളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് അഭിമാനം നൽകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരിക്കലും ഈ സുവിശേഷീകരണ പ്രവർത്തനത്തിൽ ഇങ്ങനെയുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇത് ഉപേക്ഷിച്ച് പോകണമെന്നുള്ള ഒരു കാര്യവും ഒരു ഘട്ടത്തിലും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ മിഷണറിയായി പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ കുറച്ചുകൂടെ വ്യത്യസ്തതയുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് കാണാനായിട്ട് കഴിഞ്ഞത്. ശരിക്കും വേദപുസ്തകം എന്തെന്ന് അറിയാത്ത ആളുകൾ, ക്രിസ്തു ആരാണ് എന്ന് അറിയാത്ത ആളുകൾ, ഒരുപക്ഷെ ജീവിതത്തിൽ പോലും ശരിയായി ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഇടം വലം അറിയാത്ത ഒരുപാട് വ്യക്തികളുടെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരിലൊരാളായി തീരുന്നതാണ് സുവിശേഷത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കാനായിട്ട് സാധ്യത പകർന്നിട്ടുള്ളത്. അവരിൽ നിന്ന് മാറി നിന്ന് നമുക്കൊരിക്കലും ഒരു സുവിശേഷവും പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുണ്ട്, എനിക്ക് നല്ല അറിവുണ്ട്, വേദപുസ്തക പാണ്ഡിത്യമുണ്ട്, ഇങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞാൽ ഒരിക്കലും ഈ സുവിശേഷം യാഥാർത്ഥ്യമാകുന്നില്ല. മറിച്ച് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കോണ്ടക്സ്റ്റിൽ നമുക്ക് സുവിശേഷത്തിൻ്റെ ലളിതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ലളിതമായ കാര്യങ്ങൾ, വേദപുസ്തക ദർശനങ്ങൾ, ഇതൊക്കെ പകരുന്നതിലൂടെയാണ് അവർ ഈ ക്രിസ്തുവിങ്കിലേക്ക്, അല്ലെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ വലയത്തിലേക്ക് വന്നു എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് കഴിയും എന്നുള്ളതാണ്.
ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല അറിവും പാണ്ഡിത്യവും ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഞാനിത് പറയുമ്പോഴും ഒരുപക്ഷെ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്ത ആളുകൾ, ഒരുപാട് പഠിക്കാത്ത ആളുകൾ പോലും വളരെ പ്രാഗൽഭ്യത്തോടുകൂടി സുവിശേഷീകരണം അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് ലഭ്യമാകുന്ന സോഴ്സസ് നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. നമുക്ക് ലഭ്യമാകുന്ന പഠനങ്ങൾ, പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചും എനിക്ക് പഠിക്കാൻ ലഭിച്ച എൻ്റെ സ്കൂളുകൾ, ഞാൻ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. ആ കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന് അപ്പുറമായി സെക്കുലറായി നേടാൻ കഴിയുന്ന അറിവുകളേക്കാൾ അപ്പുറമായി ഒരു വലിയ തലത്തിലേക്ക് പ്രവേശിക്കാൻ, ദൈവിക ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ, അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ഇങ്ങനെയുള്ള സെക്കുലർ വിദ്യാഭ്യാസത്തിൻ്റെ ചിലയിടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സെക്കുലർ വിദ്യാഭ്യാസത്തിൽ നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരുന്ന അധ്യാപകർ, അവരുടെയൊക്കെ പ്രോത്സാഹനം, ശരിക്കും അവരുമൊക്കെ നമ്മളെ ഈ പഠിപ്പിക്കുമ്പോൾ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? നിങ്ങൾക്കൊരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങളൊരു നല്ല ജീവിത നിലവാരം എത്തുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ പഠിക്കുന്നത്? ഞാൻ ഇന്നും ഓർക്കുന്ന ചില കാര്യങ്ങൾ, അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർ പറയുന്നത് ഒരു നല്ല മനുഷ്യനാകാനായിട്ട് ഈ ലോകത്തിൻ്റെ അറിവുകൾ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. ആ നല്ല മനുഷ്യനാകുന്നതിലൂടെ നമുക്ക് ഈ ലോകത്തിൽ പകരാൻ കഴിയുന്ന ഒരുപാട് നന്മകളുണ്ട്. അതുതന്നെ വലിയൊരു സുവിശേഷീകരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകുന്ന സോഴ്സസ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ആർജിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനൊരു പരിധിയില്ല. അപ്പോൾ ഒരു ഡിഗ്രി വിദ്യാഭ്യാസം വരെ പഠിച്ച് മതി ഒരു വൈദികനാകാൻ കഴിയും. ശരിക്കും ഒരു വൈദികനാകാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ, ഒരു കോഴ്സ് പഠിച്ചാൽ മതി. പക്ഷേ അതുകൊണ്ട് അവസാനിപ്പിക്കരുത്. എന്നാൽ അതിനപ്പുറമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മേഖലകളിൽ, സെക്കുലറായാലും തിയോളജിക്കലി ആയാലും നമ്മൾ പഠിച്ച് അറിവ് സമ്പാദിക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അതിനൊരു മറ്റു തലം കൂടെ ഉള്ളത്, കാരണം നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹമെന്ന് പറയുന്നത് സാധാരണ സമൂഹമല്ല. വളരെ ബുദ്ധിപരമായി നല്ല വൈഭവമുള്ള ഒരുപാട് ആളുകളുടെ അടുക്കലേക്കാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറകളുടെ അടുക്കലേക്കാണ് നമ്മൾ സുവിശേഷവുമായി എത്തുന്നത്. അപ്പോൾ നമുക്ക് അവരോടൊപ്പം ഇഴുകിച്ചേരാൻ കഴിയുന്ന, അവരുടെ അറിവിൽ നിന്നുകൊണ്ട് നമുക്ക് സുവിശേഷം പറയാൻ കഴിയുന്ന, അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സുവിശേഷീകരണം പറയാൻ കഴിയുന്ന, ഇന്നവർ അനുഭവിക്കുന്ന ടെക്നോളജി പരമായിട്ടൊക്കെ ആയിരുന്നാലും ശാസ്ത്ര സാങ്കേതിക വ്യത്യസ്ത തലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിവ് പകർന്നു കൊടുക്കാൻ, സുവിശേഷം പങ്കുവയ്ക്കാൻ കഴിയണമെങ്കിൽ നമുക്കും അതിനെക്കുറിച്ചുള്ള അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഒരുപക്ഷെ അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് വായിച്ച് സമ്പാദിക്കാൻ കഴിയുന്ന അറിവുകളെങ്കിലും, അല്ലെങ്കിൽ കേട്ട് സമ്പാദിക്കാൻ കഴിയുന്ന അറിവുകളെങ്കിലും നമ്മൾ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. അതിലൊരിക്കലും നമ്മൾ ഒരു വൈമനസ്യമോ വിമുഖതയോ കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു പുരോഹിതനായി ഞാനിന്നൊരു ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയിട്ടുള്ളത്. ഓരോ ഘട്ടങ്ങളിലും ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയ വിധങ്ങൾ, നമുക്ക് ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുമോ ആ മേഖലകളിലൊക്കെ എന്നെ ദൈവം കൈപിടിച്ചുയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ ചെറിയ സംഘടനകളിലൂടെ എന്നെ വളർത്തിയതുള്ളത്. എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അനുഭവം കൂടെ ഉണ്ടായത്, ഞാൻ FMBB ഫ്രണ്ട്സ് മിഷണറി പ്രെയർ ബാൻഡിൻ്റെ ഒരു സ്കാൻ കളക്ഷൻ നടത്തുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. അതായത് കുറച്ച് വീടുകൾ, ഒരു 10-25 വീടുകൾ
എനിക്ക് ഈ കളക്ഷന് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതാണ്. അതായത് ചെറുപ്രായത്തിൽ ഒരു വീട്ടിൽ പോവുക, ആ വീട്ടിൽ ചെന്നിരുന്ന് അവരെ കേൾക്കുക, അവർക്ക് വേണ്ടി എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു സുവിശേഷത്തിൻ്റെ ഒരു വ്യത്യസ്ത തലം ഞാൻ അവിടെ അനുഭവിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നു. അവരെന്നോട് സംസാരിക്കുന്ന വളരെ മനോഹരമായി അവരോട് ഇൻട്രാക്റ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ പൗരോഹിത്യത്തിൽ ഏറ്റവും, അല്ലെങ്കിൽ ഒരു പുരോഹിതനായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുമായി ഇടപഴകുക, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ എനിക്ക് ആ ചെറുപ്രായത്തിലെ ആ ഒരു പദ്ധതി, അല്ലെങ്കിൽ ആ FMBVയുടെ ആ ഒരു പ്രവർത്തനത്തിൽ പങ്കുകാരനായപ്പോൾ എനിക്ക് ഒരു വീട്ടിൽ എങ്ങനെ പോകണം, അവരോടെങ്ങനെ സംസാരിക്കണം, അവരോടെങ്ങനെ ഇടപഴകണം എന്നുള്ള ഒരു വലിയ അറിവുകളൊക്കെ അന്നത്തെ ആ ചെറുപ്രായത്തിൽ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു. അതൊരു ദൈവത്തിൻ്റെ ഒരു തരത്തിലുള്ള പദ്ധതിയാണ്. പിന്നീട് ഞാൻ ഈ പറഞ്ഞല്ലോ, VBSലൂടെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് പിന്നത്തേതിൽ ഒരു VBS ലീഡറായി, ഒരു ഡയറക്ടറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ലഭിച്ച ചില നന്മകളുണ്ട്, അതിൻ്റെ അടിസ്ഥാനങ്ങളുണ്ട്. പിന്നീട് ഞാൻ ഒരു ഡയറക്ടറായി തീർന്നപ്പോൾ, അല്ലെങ്കിൽ VBS പഠിപ്പിക്കാൻ പോകുന്ന ഒരാളായി തീർന്നപ്പോൾ ഞാൻ എന്തിന് അന്ന് ഇതിലൊക്കെ പങ്കെടുത്തുവെന്നും ഇതൊക്കെ എനിക്ക് എന്തിന് ലഭ്യമായെന്നുള്ള വലിയൊരു പദ്ധതി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ദൈവീക പദ്ധതിയിലെ മറ്റൊരു തലം ഞാൻ ഇന്ന് ഓർക്കുന്നത്, എനിക്ക് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ എനിക്ക് ആഗ്രഹം മലയാളം മെയിൻ എടുത്ത് പഠിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ താല്പര്യപ്പെട്ട് ഒരു മലയാളം മെയിൻ എടുത്ത് പഠിക്കണം. കാരണം ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് നല്ല ഭാഷയിൽ സംസാരിക്കണം, അപ്പോൾ മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ഒരു ഗ്രാജുവേഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുമ്പോഴാണ് അന്ന് കാട്ടക്കട ക്രിസ്ത്യൻ കോളേജിൽ എനിക്ക് മാത്തമെറ്റിക്സിന് അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ പ്രൈവറ്റായിട്ട് പോയി പഠിക്കാനുള്ള സാമ്പത്തികമായ ഒരു ശേഷി എൻ്റെ കുടുംബത്തിൽ അന്നില്ല. എൻ്റെ മാതാപിതാക്കൾ അന്നൊരു പക്ഷേ അങ്ങനെയുള്ളൊരു സാമ്പത്തികം ചിലവാക്കി എന്നെ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥിതിയിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ബെനിഫിറ്റ് മനസ്സിലാക്കി എനിക്ക് ആ കോഴ്സിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഒരു മാത്തമെറ്റിക്സ് കോഴ്സ് ഞാൻ എടുക്കുമ്പോൾ എനിക്കന്ന് വലിയൊരു നിരാശ ആദ്യം തോന്നി. എനിക്കിഷ്ടപ്പെട്ടതല്ല ഞാൻ എടുത്തത്. പക്ഷേ ഞാനങ്ങനെ പഠിച്ചു. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, നന്നായി പഠിക്കാൻ കഴിഞ്ഞു, നല്ല വിജയമൊക്കെ ഉണ്ടായി. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ദൈവീക പദ്ധതി പിന്നീട് തിരിച്ചറിഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഒരു ശുശ്രൂഷകനാകുന്ന ഒരു മിഷണറി ആയിട്ടാണ്. അപ്പോൾ ഈ മിഷണറി ആയിട്ട് ഞാൻ പോകുമ്പോൾ എനിക്കന്ന് പോസ്റ്റിംഗ് ഓർഡർ ലഭിക്കുമ്പോൾ എൻ്റെ പോസ്റ്റിംഗ് ഓർഡറിൽ അടിച്ചിരുന്നത് എങ്ങനെയാണ്, എന്നെ ഒരു മിഷണറിയായും ഒരു അധ്യാപകനായിട്ടും പോസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ആ അധ്യാപകൻ മാത്തമെറ്റിക്സ് അധ്യാപകൻ എന്നാണ് ഇന്നെനിക്ക് പോസ്റ്റിംഗ് ഓർഡറിൽ അടിച്ചു തന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോകാനും, അവിടെ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കോടൊപ്പം സ്കൂളുകളുമുണ്ട്. ആ സ്കൂളിൽ പോയി അവിടെയുള്ള കുട്ടികളെ, അവരെ അന്ന് ആ സ്കൂളിൽ ഒഴിവുണ്ടായിരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കണക്കധ്യാപകൻ്റെ പോസ്റ്റാണ്. അപ്പോൾ എനിക്ക് അവിടെ പോകാനും ആ കുട്ടികളുമായിട്ട് അവരോട് ഇടപഴകാനും, പ്രത്യേകിച്ച് എനിക്ക് അറിയാവുന്ന, ഒരുപക്ഷെ ഞാൻ മലയാളം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് അവിടെ പോയി ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഞാനന്ന് കണക്ക് പഠിച്ചതുകൊണ്ട് എനിക്കൊരു കണക്കധ്യാപകനായി അവിടെ പോയി ആ കുട്ടികളോട് പഠിപ്പിക്കാൻ, താടുവായി സ്കൂളിൽ 2 സ്കൂളുകളിലാണ് ഞാൻ പഠിപ്പിച്ചു. ഒന്ന് താടുവായി സ്കൂളിൽ 7 വരെയുള്ള സ്കൂള്, അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. മറ്റൊരു സ്കൂൾ എട്ടൂറിനകത്ത്, അവിടെ 10 വരെയുള്ള സ്കൂള്. അപ്പോൾ ഇങ്ങനെ ആ സ്കൂളുകളിലൊരു കണക്കധ്യാപകനായിരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് എന്ത് പഠിക്കണം, എന്നെ എന്തിനാണ് ദൈവം ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞ വലിയൊരു സാഹചര്യമാണ്. ഇതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഒരുപക്ഷെ പെട്ടെന്ന് ഓർത്തു പറയാൻ കഴിയാത്തതായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെയൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരു പുരോഹിതനാകുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി പഠിക്കാനും
അതിനുവേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നെനിക്ക് ഒരു സഭയുടെ ചാർജ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാനായിരിക്കുന്ന തലത്തിൽ എന്നെ ദൈവം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് കൃത്യതയോടെ ചെയ്യാനുള്ള ഒരു താല്പര്യം ഇപ്പോഴും ഞാൻ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ സഭയെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ചില പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ അതിൽ ശരിയായ തലത്തിലേക്ക് സഭയെ നയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് ഞാൻ അതിനുവേണ്ടി പോരാടാനുള്ള ഒരു തലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. തീർച്ചയായും ഒരു പുരോഹിതനായിരിക്കുന്നതിലൂടെ എനിക്ക് സഭയ്ക്ക് എന്താണ് നൽകാൻ കഴിയുക, സഭയുടെ ജനങ്ങൾക്ക് എന്താണ് നൽകാൻ കഴിയുക, അതിനെക്കുറിച്ച് നിരന്തരമായി ആലോചിക്കുകയും അതിനു വേണ്ടിയുള്ള പദ്ധതികൾ മെനയാനുമുള്ള ആലോചനകൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ശരിക്കും സഭ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്? സഭ സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആശ്വാസമാകേണ്ടുന്ന സഭ, അവർക്ക് നന്മയായി തീരേണ്ടുന്ന, അവരുടെ ജീവിതത്തെ മോൾഡ് ചെയ്യേണ്ട സഭ, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഇറങ്ങിച്ചെല്ലേണ്ടുന്ന സഭ, അവർക്കെല്ലാത്തിനും മറുപടിയാകേണ്ടത് സഭ. ആ സഭയുടെ ദൗത്യത്തിൽ വളരെ ശക്തമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം എപ്പോഴും ഞാൻ പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ തലത്തിലിരുന്നു കൊണ്ട് ഒരു പുരോഹിതനായി ഇരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ വ്യത്യസ്തതയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം പലപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും പാലിയേറ്റീവ് കെയർ പോലെയുള്ള തലങ്ങളിൽ രോഗികളെ അവരെ ശുശ്രൂഷിക്കാനായിട്ടും വേദനിക്കുന്ന ആളുകളെ അവരെ ചെന്ന് കാണാനും അവർക്ക് പ്രത്യേകമായ സംരക്ഷണകൾ നൽകാനും ഇങ്ങനെ എന്തൊക്കെ ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ എൻ്റെ ഉത്തരവാദിത്വം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ഞാൻ എൻ്റെ ശുശ്രൂഷയെ വ്യാപിപ്പിക്കുമ്പോഴാണ് അത് വേദപുസ്തക അടിസ്ഥാനത്തിലും സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ രൂപപ്പെടുത്തുമ്പോഴാണ് പൗരോഹിത്യം ഏറ്റവും അന്വർത്ഥമായി തീരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.